ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 റിവ്യൂ പറയാൻ. ഇന്ന് 3rd എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ റിവ്യൂ കാണുക. അപ്പോൾ രാവിലെ മോർണിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ് ആണ് കാണിക്കുന്നത്. എല്ലാവരും കിച്ചണിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ്, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് വിഷ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ്. എന്നിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് കണ്ടസ്റ്റൻസിനോട്, നമുക്ക് ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്യണ്ടേ, കളിക്കാനൊക്കെ തുടങ്ങണ്ടേ എന്ന്, എല്ലാവർക്കും റെഡിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരു സോങ്ങിൽ തുടങ്ങാം എന്ന് പറഞ്ഞൊരു സോങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോങ് ഏതാന്ന് വെച്ചാൽ ABCD മൂവിയിലെ അപ്പാഭരണം വേണ്ടപ്പ എന്ന സോങ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അടുത്തത് കാണിക്കുന്നത് അനീഷ്, ബിന്നി ആൻഡ് അനുമോൾ അടുക്കളയിൽ നിന്നിട്ട് ഒരു ടോക്കാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇവർ പോയി അനീഷിനോട് ഗുഡ് മോർണിംഗ് പറയുകയും അനീഷ് ഒന്നും തിരിച്ച് മറുപടി ഒന്നും പറയേണ്ട, ഒരു വിഷ് പോലും ചെയ്യാതെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് വന്നിട്ട് സുപ്രഭാതം എന്ന് മലയാളത്തിൽ പറഞ്ഞു. എന്തുകൊണ്ട് പറയുമ്പോൾ തന്നെ റിപ്ലൈ തിരിച്ച് വിഷ് ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ള ചർച്ചയായിരുന്നു. അതിനുശേഷം അനീഷ് പോയി പറയുന്നുണ്ട്, എന്താ മലയാള ഭാഷ ഇത്ര മോശമാണോ, ഞാൻ സുപ്രഭാതന്നേ പറയുള്ളൂ, എനിക്ക് സുപ്രഭാതന്നേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വഴക്കാവുന്നുണ്ട്. അപ്പോൾ അപ്പാനീശ്വരത്തെ എണീച്ച് പറയുന്നുണ്ട്, നീ ആരാ, നിനക്ക് എന്താ സുപ്രഭാതം എന്ന് ഞങ്ങൾക്കും പറയാനറിയാം, നീ ഞങ്ങളുടെ കൂടെയാണ് വന്നത്, അല്ലാണ്ട് നിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും കൂടെ വന്നതല്ല ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു കോൺവെർസേഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്ത് ഭയങ്കര പ്രചോദനമൊക്കെ കൊടുക്കുന്നുണ്ട്. അതായിരുന്നു ഒരു സീന്. അത് കഴിഞ്ഞ് അടുത്തത് നമുക്ക് അനുമോളിനെ പ്രൊവോക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാനവാസ് പുറകെ നടന്ന് നിൻ്റെ കഴുത്ത് വേദന എങ്ങനെയുണ്ട്, എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് കഴുത്ത് വേദന ഉണ്ട്, പക്ഷെ അത് ചൂടുവെള്ളം പിടിച്ചാൽ അത് ശരിയായിക്കോളും പറഞ്ഞു. അപ്പം ഷാനവാസ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ചൂടുവെള്ളം പിടിച്ചാൽ മതി, ഡോക്ടറിനെ കാണണ്ടേ? അപ്പോൾ അനുമോൾ, ഡോക്ടറിനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല, അത് ചൂടുവെള്ളം പിടിച്ചാൽ ശരിയാവുന്ന കേസേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നത്, പിന്നെ എന്തിനാ ഡോക്ടർക്ക് ഇവിടെ ഇരിക്കണേ, ഡോക്ടർമാരൊക്കെ ഇവിടെ ഇരിക്കണേ, ഇങ്ങനെ ചൂടുവെള്ളം പിടിക്കാനാണെങ്കിൽ എല്ലാവർക്കും അത് ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അനുമോൾ റിപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഡോക്ടർമാർക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി തരണ്ടേ, അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ മരുന്ന് എഴുതി തരുന്നു എന്ന് പറയും. അപ്പോൾ ഷാനവാസ് അതിനെ നേരെ വളച്ചൊടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡോക്ടർമാർ കാശിന് വേണ്ടിയാണ് മരുന്ന് എഴുതി തരുന്നതെന്ന് അനുമോൾ പറഞ്ഞ് നാക്കിയെടുക്കും. എന്നിട്ട് കണ്ടസ്റ്റൻസ്, നമ്മുടെ ബിന്നി ഡോക്ടറാണല്ലോ, ബിന്നി അക്ബറൊക്കെ വരുമ്പോൾ ഡോക്ടർമാരെ അവൾ മോശമായി സംസാരിച്ചു എന്നുള്ള രീതിയിൽ അതിനെ ഒരു ഭയങ്കര ഒരു വളച്ചൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അനുമോൾ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് പറഞ്ഞിട്ട്, പക്ഷേ ഇവർ വിടുന്നില്ല, അനുമോൾ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, നീയല്ലേ ബിഗ് ബോസ്. അപ്പോൾ അനുമോൾ കരയാൻ തുടങ്ങിയപ്പോൾ ഷാനവാസ്, നീയല്ലേ ബിഗ് ബോസിൽ വന്നിട്ട് കരയില്ല എന്ന് പറഞ്ഞത്, എന്നിട്ടെന്താ നീ ഇപ്പോൾ കരഞ്ഞില്ലേ എന്ന രീതിയിലാക്കി. അതിനുശേഷം അനുമോളിനെ ഒരുപാട് പേര് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. നമ്മുടെ അക്ബറൊക്കെ കരയാതിരിക്കാൻ വേണ്ടി ഒരുപാട് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല. മുൻഷി രഞ്ജിത്തൊക്കെ വരുന്നുണ്ട്. അനുമോൾ ഭയങ്കര കരച്ചിലാണ്. പിന്നെ അനുമോൾ മാറിപ്പോയിരുന്ന് കരയുന്നുണ്ട് ഗാർഡൻ ഏരിയയിൽ. അങ്ങോട്ട് ഷാനവാസ് കയറി വരുന്നുണ്ട്. ഷാനവാസ് കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ കരയേണ്ട ആവശ്യം, ആരെങ്കിലും നിന്നെ ഇങ്ങനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നീ ഇങ്ങനെയാണോ നിൽക്കേണ്ടത്, നീ ഒരു പെൺകുട്ടിയല്ലേ, ബോൾഡായി നിൽക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലുള്ള അതിനെ അങ്ങനെ ആക്കി മാറ്റി ഷാനവാസ്. ഭയങ്കര ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ സംസാരമൊക്കെ ഷാനവാസ്. അപ്പം അങ്ങനെ ആക്കിയെടുത്തു. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഞാൻ അത്ര ബോൾഡ് ലേഡിയൊന്നുമല്ല, എനിക്ക് കരച്ചിൽ വന്നാൽ ഞാൻ കരയും, ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും, ഞാൻ അങ്ങനെയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ സത്യം ചെയ്തിട്ട് വന്നാണ് ഞാൻ ഇവിടെ വന്ന് കരയില്ല എന്ന്, എന്നിട്ട് പെട്ടെന്ന് തന്നെ എന്നെ കരയിച്ചില്ലേ എന്നൊക്കെ രീതിയിലാക്കി. അപ്പോഴത്തേനും കുറച്ച് പേര് വന്നു, അക്ബർ, മുൻഷി, ഷാരിക, അങ്ങനെ കുറച്ച് പേര് വന്ന്. ബിന്നിയൊക്കെ വന്നപ്പോൾ പറഞ്ഞു, എന്താണ് ശരിക്കും പറഞ്ഞത് അനുമോൾ, ഞങ്ങൾക്കൊന്ന് ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞപ്പോൾ അനുമോൾ പറഞ്ഞു, ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞു. അപ്പോൾ ഷാനവാസിനോട് എല്ലാവരും കൂടെ റൈസ് ചെയ്ത് ചോദിച്ചു, എന്തിനിങ്ങനെ വളച്ചൊടിച്ചു ചോദിച്ചു. അങ്ങനെ ഒരു ടോക്ക് അവിടെ ഉണ്ടായി. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ശൈത്യയും അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണേ, എനിക്ക് ഷാനവാസ് ഖാനെ നേരത്തെ അറിയായിരുന്നു എന്നിട്ടും ഇങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ ശൈത്യ അനുമോളിനോട് പറയുന്നുണ്ട്, ആരെയും ഇവിടെ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് അറിയില്ലേ, പിന്നെ എന്തിനാണ് ചോദിക്കുന്നത്. അപ്പം നമ്മുടെ അനുമോൾ പറയുന്നത്, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ട്, ഇങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന്, അങ്ങനത്തെ പ്രവൃത്തികൾ അങ്ങനെയൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അടുത്തത്
വന്നത് ബിഗ് ബോസിൻ്റെ പണി എന്ന് തന്നെ പറയണം. അതായത് ഈ ടോക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബിഗ് ബോസ് എല്ലാവരെയും അകത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ രാവിലെ നടന്നത് എന്താണെന്ന് എനിക്ക് ഒരു തേങ്ങയും മനസ്സിലായില്ല. എല്ലാവരും പറയുന്നു ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന്. പക്ഷേ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് എനിക്ക് രാവിലെ തോന്നിപ്പോയി. അങ്ങനത്തെ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ രാവിലെ എന്താണ് ഇവിടെ നടന്ന ആക്ടിവിറ്റി ഒന്ന് റീക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് രാവിലത്തെ നടന്ന ആക്ടിവിറ്റി റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഗാർഡൻ ഏരിയയിൽ പോയി നല്ല രീതിയിൽ തന്നെ അനീഷിൻ്റെ ആ ഗുഡ് മോർണിംഗ് സുപ്രഭാതം വിഷയം റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഓവറായി തന്നെ അനീഷിൻ്റെ ക്യാരക്ടർ അപ്പാനി ശരത്തെടുത്ത് കുറച്ച് സ്കെയിലൊന്ന് കൂട്ടിയിട്ടിട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ അനീഷിന് ചുറഞ്ഞു കയറുന്നുണ്ട്. അവൻ എന്താ ചെയ്യണമെന്നുള്ളത് മറ്റൊരാൾ ചെയ്യുമ്പോൾ അവനിക്ക് തന്നെ ദേഷ്യം വരും. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പ്രേക്ഷകർക്കും അതിനകത്തുള്ള കണ്ടസ്റ്റൻസിനും എന്തായിരിക്കും അവസ്ഥ? അപ്പം അവൻ പറയുന്നുണ്ട് മാന്യമായി ചെയ്യണം, ഞാൻ ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് ഇവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവൻ ഒരു വാക്ക് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങി നടക്കായിരിക്കില്ല, ബാക്കിയുള്ള അതിന് മറുപടിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം പിന്നെ അനീഷായിട്ട് ആക്ട് ചെയ്യുന്ന ശരത്തിനോട് ചോദിക്കേണ്ടത് നിൻ്റെ അണ്ണാക്കിൽ പിരിവെട്ടിയോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബാക്കിൽ നടക്കണം. അത് നല്ലൊരു സെഗ്മെൻറ്റ് തന്നെ ആയിരുന്നു. അതിനുശേഷം അടുത്ത ഇതിൽ കാണിക്കുന്നത് നമ്മുടെ പണിപ്പുര ടാസ്കിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് പണിപ്പുര ടാസ്ക് എങ്ങനെയാണ് അതിലേക്ക് പോകാൻ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. 2 പേർക്കേ പോകാൻ പറ്റുള്ളൂ. ആ 2 പേര് ആരാന്ന് വെച്ചാൽ നോമിനേഷനിൽ പെടാത്ത 2 പേരായിരിക്കണം പണിപ്പുരയിലേക്ക് കയറാൻ. അപ്പോൾ അതാരാന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അവർ സെലക്ട് ചെയ്തത് ആദില ആൻഡ് നൂറ ആൻഡ് അക്ബർ. അത് നല്ലൊരു പ്ലാനിങ് ആയിരുന്നു. എന്തായാലും ഒരാൾ എന്നുള്ളതിന് ഒരാളായി കണക്ക് കൂട്ടുന്ന 2 പേരെ അവർ പറഞ്ഞയച്ചത്. അതിനുശേഷം ആര്യൻ, ശരത്ത്, അബി, അക്ബർ പ്രാങ്ക് ചെയ്യണ പോലെ ജിസേലിനെ ഒന്ന് പ്രാങ്ക് ആക്കാൻ പോയതാണ്. ജിസേലിൻ്റെ സ്വഭാവം പുറത്തേക്ക് എടുക്കണം, അവളെ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ജിസേലിനോട് പോയി അവിടെ പോയി ഇരിക്കണ ജിസേലിനോട് പറയാണ്, എന്നും നീ മേക്കപ്പ് ഇട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ചുമ്മാ ഇരിക്കുകയാണ്, ഈ വീട്ടിലൊരു കണ്ടന്റും കൊടുക്കുന്നില്ല, ആരോടും സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജിസേലിനെ ഭയങ്കരമായി പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിസേൽ പറഞ്ഞു, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, നിങ്ങളെ പോലെ ഗുണ്ടാപ്പണി ചെയ്യുന്നു, ഒരു നേരം ഒരാളിനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ചും കരയിപ്പിച്ചും നടക്കുകയാണോ വേണ്ടത് എന്നുള്ള രീതിയിൽ ജിസേൽ പറയുന്നുണ്ട്. നിങ്ങളൊക്കെ ഗുണ്ടയാണെങ്കിൽ ഞാനും ഗുണ്ടിയാണ് എന്നുള്ള രീതിയിൽ അതൊരു കോമഡിയായി മാറിപ്പോയിട്ടോ. അവർ പ്രാങ്ക് ചെയ്യാൻ വന്നതാണെങ്കിലും അത് ആ പറഞ്ഞ വേർഷനൊക്കെ കോമഡി ആയിപ്പോയി. കുറേ പേര് അത് തിരുത്താൻ നോക്കുന്നുണ്ട്, പക്ഷെ അത് തിരുത്തിയില്ല. എന്നിട്ട് കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടാണ് അത് ഓക്കെ ഞാനൊരു റൗഡിയാണ് എന്നുള്ളതിലേക്ക് മാറ്റി പറഞ്ഞത്. ജസ്റ്റ് അതൊരു ഫണ്ണായി തന്നെ അവിടെ പോയി. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് കിച്ചണിൽ പോയിട്ട് ജിസയില് ഓണിയലും ഷാരികയും അവിടെ നിൽക്കുമ്പോൾ പറയാണ്, ഇവർക്ക് ഞാനിങ്ങനെ ഒരുങ്ങി നടക്കുന്നതിൽ ഭയങ്കര അസൂയാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഷാരിക പറയുന്നുണ്ട് അവർ ജസ്റ്റ് ഫണ്ണായി പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ ജിസേൽ പറയുന്നുണ്ട്, എനിക്കതൊന്നും ഫണ്ണല്ല, ഇതൊരു പ്രോഗ്രാം അല്ലേ, നമ്മളെ കുറച്ച് പേര് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, നമ്മളൊരു റിയാലിറ്റി ഷോ അല്ലേ, അപ്പം നല്ല രീതിയിലല്ലേ നടക്കേണ്ടത്, പിന്നെ ഞാൻ ഇവിടെ നാറിയിട്ട് നടക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സരികയോട്. പിന്നെ അടുത്ത സീന് കാണിക്കുന്നത് നമ്മൾ അനുമോളും ജിസയിലും കൂടെ അടിച്ചു വാരിയും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അനുമോൾ അടിച്ചു വാരുന്നത് ശരിയല്ല, ഇങ്ങനെയാണ് അടിച്ചു വരേണ്ടത്, അതായത് നമ്മളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇതാക്കിയിട്ടാണ് അടിച്ചു വരിക, അവർ നോർത്തിലുള്ളവരിങ്ങനെ കുത്തിയിരുന്ന് അങ്ങനെയാണ് അടിച്ചു വരല്ല. അപ്പോൾ അതങ്ങനെ സംസാരിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ജിസേലിന് എത്തില്ല, അതുകൊണ്ട് താങ്കൾ ഇരുന്ന് അടിച്ചു വരുന്നു, എനിക്കെത്തും, അതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ അടിച്ചു വരുന്നു. അങ്ങനെ കുഞ്ഞിനെ അടിച്ചു വരല്ല, കുഞ്ഞിനെ അടിച്ചു വാരിയാൽ വേസ്റ്റ് ഒന്നും പോവില്ല, ഇങ്ങനെ തന്നെ അടിച്ചു വരണം പറയുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട്, ജിസേൽ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഇല്ല എങ്ങനെ അടിച്ചു വാരിയാലും പോവും, ഈ മാറ്റൊന്നും അടിച്ചു വാരാൻ ഈ ചൂലല്ല ഉപയോഗിക്കുക. അപ്പോൾ ജിസേലിൻ്റെ മറുപടി എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ മാറ്റ് ക്ലീൻ ചെയ്യാനും വാക്യൂം ക്ലീനറാണ് വേണ്ടത്, അത് അവർ ബിഗ് ബോസ് തന്നില്ലെങ്കിൽ അത് ബിഗ് ബോസിൻ്റെ സ്ട്രാറ്റജി അല്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ച് അതും ഒരു തങ്കായിരുന്നു. ഇന്നലെ ഫുള്ള് ജിസേലാണ് നമ്മുടെ എപ്പിസോഡ് ഫുള്ളും. അടുത്തതായിട്ട് വന്നത് നമ്മുടെ പണിപ്പുര ടാസ്കിന് പോകേണ്ടത് എങ്ങനെയാണ് എന്താണ് എന്നുള്ളതിനൊക്കെയുള്ള ഒരു ഇൻഫർമേഷൻ ആയിരുന്നു. എല്ലാവരെയും ഹോളിൽ വിളിച്ചിരുത്തി ബിഗ് ബോസ് കുറച്ച് ഷീറ്റൊക്കെ കൊടുത്തു, എത്ര സമയം എത്ര പോയിന്റ് എന്നുള്ളതിനൊക്കെ അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്തെടുക്കണമായിരുന്നു. ചീട്ടുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തതിൽ അവർക്ക് കിട്ടിയത് 16 സെക്കൻഡും
565 പോയിൻ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് നിന്ന് നമ്മൾ സാധനങ്ങൾ എടുത്തിട്ട് വരണം. അപ്പോൾ ഓരോരുത്തരും ഇപ്പോൾ ആദില, നൂറ, അക്ബർ എന്നിവരായിരുന്നല്ലോ. അപ്പോൾ അവർക്കുള്ള സമയമാണ് 16 സെക്കൻഡിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ, അതും 565 പോയിൻറ്റിൻ്റെ ഉള്ളിൽ ആയിരുന്നു എടുക്കേണ്ടത്. അപ്പം എന്താ പറയുക, ഇവർ പണിപ്പുര ടാസ്കിലേക്ക് കയറിയിട്ട് എല്ലാം കൂടെ വാരിപ്പെറുക്കി അങ്ങോട്ട് എടുക്കുകയാണ്. എന്താണെന്നൊന്നും ഇവർ നോക്കണില്ല. കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. ഒരു പോയിൻ്റ് ഒന്നും നോക്കണില്ല. പക്ഷേ 16 സെക്കൻഡ് സമയം കഴിഞ്ഞിട്ടാണ് ഇവർ പുറത്തിറങ്ങിയത്. അതുകൊണ്ട് ഒന്നും തന്നെ അവർക്ക് എടുക്കാൻ പറ്റിയില്ല. എടുക്കാനല്ല, ഒന്നും തന്നെ കിട്ടിയില്ല. എല്ലാം തിരിച്ചു വെക്കേണ്ടി വന്നു. പണിപ്പുര ടാസ്ക് അങ്ങനെ അത് പോയി. ഒന്നും വാങ്ങാൻ അവർക്ക് പറ്റിയില്ല. പിന്നെ അടുത്തത് കാണിച്ചത് നമ്മുടെ ബിൻസി ഉറങ്ങി 100 പോയിൻ്റ് ലക്ഷറി പോയിന്റിൽ നിന്ന് അത് കട്ടാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നിവീൻ്റെ ഒരു മോഷണമാണ് അവിടെ കാണിക്കുന്നത്. എന്താ മോഷ്ടിച്ചതെന്നൊന്നും അറിയില്ല. ഒരു പെട്ടി, ആരുടെയോ ഒരു പെട്ടി എടുത്ത് കട്ടിൻ്റെ സൈഡിൽ പോയി ഇരിക്കുന്നുണ്ട്. ആരും കാണാതിരിക്കാൻ ബ്ലാങ്കറ്റ് എടുത്ത് തലയിൽ കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട്, നീ എന്താ ആ മൂലൊക്കെ പോയിരുന്ന് കാണിക്കുന്നത്? ഞാനിവിടെ ആവി പിടിക്കാനെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ആവി പിടിക്കാൻ അവിടെ ആവി ഉണ്ടോ? അതിന് ആ സാധനമൊക്കെ ഇതിനകത്തുണ്ടോ ചോദിച്ചപ്പോൾ, അല്ല, ഞാൻ ഇത്തിരി വെള്ളം കുടിക്കാൻ വന്നതാ, നിങ്ങളൊന്ന് പുറത്തു പോയാലേ എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അത് പോയതിന് ശേഷം ബിന്നി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നീ ചെയ്യണത് അവിടെ? ഞാൻ ഇത്തിരി വെള്ളം കുടിക്കുകയാണ് ഇവിടെ ഇരുന്ന്, നിനക്ക് വേണോ തണുത്ത വെള്ളം ചോദിച്ചിട്ട് അവിടെ നിന്ന് എണീച്ചു പോയി. അടുത്തതായി അവർക്ക് യൂണിഫോം കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സ് ബിഗ് ബോസിൻ്റെ വക കൊടുത്തും ഒന്നും കിട്ടിയില്ലല്ലോ നമ്മുടെ പണിപ്പുര ടാസ്കിൽ. അപ്പം യൂണിഫോം ഡ്രസ്സ് കൊടുത്തത് നിവീന് ഡ്രസ്സ് കൊടുത്തത് മാത്രം നിവീന് ഇഷ്ടമായില്ല. കളർഫുൾ ഡ്രസ്സ് വേണം, എനിക്കെന്തെങ്ങനെ യൂണിഫോം പോലത്തെ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ടുണ്ട് നിവിൻ. അതൊക്കെയാണ് കാണിച്ചത്. പിന്നെ നമ്മുടെ വന്നത് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള ഒരു ഗെയിമാണ്. അതൊരു ഗെയിമല്ല, അതൊരു നോമിനേഷൻ സെഗ്മെൻറ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതിലെങ്ങനെയെന്ന് വെച്ചാൽ, ഇവിടെ തുടരാൻ യോഗ്യത ഇല്ല എന്ന് തോന്നുന്ന ആൾക്കാരെ ഒരു കണ്ടസ്റ്റൻ്റ് വന്നിട്ട് 4 പേര് നോമിനേറ്റ് ചെയ്യണം. അങ്ങനെ നോമിനേറ്റ് ചെയ്തവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, 4 പേര് നോമിനേറ്റ് ആയി കഴിഞ്ഞാൽ 4 പേരിൽ നോമിനേറ്റ് ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നവർ ലൈറ്റ് ഓഫ് ചെയ്യുന്നത് മുതൽ ഓൺ ചെയ്യുന്നത് വരെ പുറത്ത് ഗാർഡൻ ഏരിയയിൽ ഒരു കട്ടിലിട്ടിട്ടുണ്ടാവും. അതിലാണ് കിടക്കേണ്ടത്. 4 പേരും ഒരു കട്ടിലാണ് കിടക്കേണ്ടത്. 4 പേരും ഒരു കട്ടിലിൽ കിടക്കുക എന്ന് വെച്ചാൽ ഒരു സമയം ഒരാൾക്കേ കിടക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർ ആ കട്ടിലിൻ്റെ പരിസരമായിട്ട് അവിടെ ഇരിക്കുകയോ നിൽക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യണം. ഇനി ആ കട്ടിലിൽ കിടന്ന് ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ആ കട്ടിലോടുകൂടി ഒരു റെഡ് സോൺ ഉണ്ട് അപ്പുറത്ത്. അവിടെ അയാളെ ഉണർത്താതെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവർ ഗെയിമിൽ നിന്ന് ഔട്ടാണ്. അതായിരുന്നു സെഗ്മെൻറ്റ്. അപ്പോൾ അതിപ്പോൾ കട്ടിലിൽ മാത്രമല്ല, അയാൾ എവിടെ ഇരുന്നോ നിന്നോ കിടന്നോ ഉറങ്ങിയാലും അയാളെ പൊക്കി ആ റെഡ് സോണിൽ കൊണ്ടുപോയി വെച്ചാൽ അയാൾ അവിടെ ഔട്ടാണ്. അപ്പോൾ അതിൽ നോമിനേഷൻ നടക്കുന്നുണ്ട്. നോമിനേഷൻ നടക്കുന്ന സമയത്ത് എനിക്ക് ജിസേൽ നോമിനേഷനിൽ പറഞ്ഞ ഒരു കാര്യം ഭയങ്കര ഇഷ്ടമായി. ശാരികയോട് ജിസേൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവിടെ ഗെയിം കളിക്കാനാണ് വന്ന്, അല്ലാതെ അമ്മായിമ്മ കളിക്കാനല്ല വന്നേക്കുന്നത്. അപ്പോൾ ഗെയിമിൻ്റെ സമയത്ത് ഗെയിമായിട്ട് കളിക്കൂ, അമ്മായിമ്മ കളിക്കാൻ ഇവിടെ സീരിയലൊന്നുമല്ല എന്ന് പറഞ്ഞു. അത് ഒരു നല്ലൊരു കാര്യമായി എനിക്ക് തോന്നി. പിന്നെ അടുത്തത് രാത്രി നിവേൻ രേണുവിൻ്റെ ഒരു ടോക്കാണ് പിന്നെ കാണിക്കുന്നത്. നിവേനും രേണുവും തമ്മിൽ വഴക്കിടുകയാണ്, ആട്ടുകയാണ് രണ്ടാളും. എന്ന് പറഞ്ഞിട്ട് ആട്ടുന്നുണ്ട്. ആട്ടുന്ന സമയത്ത് പറയുന്നുണ്ട് നിവേൻ, എനിക്ക് നിങ്ങളുടെ മുഖം കണ്ടാൽ ആട്ടാൻ തോന്നും, ഉരക്കാൻ തോന്നും എന്നുള്ളൊക്കെ രീതിയിൽ. അപ്പം അതിന് ഒരു പ്രശ്നം അവിടെ നിവേനും രേണുവും തമ്മിൽ ആവുന്നുണ്ട്. എൻ്റെ മുഖം കണ്ടാൽ നിനക്ക് എങ്ങനെ ആട്ടാൻ തോന്നുന്നത്, എന്താണ് അതിൻ്റെ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടോക്ക്. അങ്ങനെ അടുത്തതായി കാണിക്കുന്നത് ലൈറ്റ് ഓഫ് ആയതിനു ശേഷം ഈ 4 പേര് പുറത്തു വന്നിരുന്നു. അപ്പോൾ അകത്ത് നിന്ന് ശരത്തും ടീമും തമ്മിൽ സംസാരമാണ് പറയുന്നത്. ഈ 4 പേരിൽ ഒരാൾ വിചാരിച്ചാൽ ഒരാളെ പുറത്താക്കാം, പക്ഷെ അവർ വിചാരിക്കില്ല. ഇനിയിപ്പോൾ നമ്മൾ പോയി ചെയ്യുക എന്ന് വിചാരിച്ചാലും അവരിൽ ഒരാൾ വിചാരിച്ചാൽ മറ്റേ ആളിനെ ഉണർത്താനും പറ്റും. അതുകൊണ്ട് നമുക്കൊന്നും നടക്കില്ല, ഇനി അവരെന്നെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബിൻസി അപ്പോൾ പിന്നെ കാണിക്കുന്നത് ഷാനവാസും അവരും പുറത്തിരുന്നിട്ടുള്ള ടോക്കാണ്. ഷാനവാസ് അവരോട് ചോദിക്കുന്നുണ്ട്, ബാക്കിയുള്ള 3 പേരോട്, നിങ്ങൾക്ക് ആരെങ്കിലും ഉറ്റുകൊടുക്കാൻ താല്പര്യമുണ്ടോ, അങ്ങനെയുള്ള രീതിയിൽ, അങ്ങനെ താല്പര്യമുള്ളവരാണോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ബിൻസി പറയുന്നുണ്ട്, ആരെയും പുറത്താക്കണമെന്നോ ഉറ്റുകൊടുക്കണമെന്നോ താല്പര്യമില്ല, പക്ഷേ ഇതൊരു ടാസ്ക് ആയത് കാരണം അത് ചെയ്തേ പറ്റുള്ളൂ.
അല്ലെങ്കിൽ നമ്മളോട് നാളെ ചോദിക്കും നിങ്ങൾക്ക് ബുദ്ധിയില്ലേ ഇങ്ങനെ ടാസ്ക് ഒന്നും ചെയ്യാതിരിക്കുക എന്ന് ചോദിക്കും. അതുകൊണ്ട് ടാസ്ക് ആയതുകൊണ്ട് ചെയ്യണം. അത് തന്നെയാണ് ജിസയിലും പറയുന്നത്. ഇതൊരു ടാസ്ക് ആണെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ശരത്ത് വരുന്നുണ്ട് പുറത്തേക്ക്. ഷാനവാസ് കിടന്നുറങ്ങി. അപ്പോൾ ശരത്ത് വന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് ഷാനവാസിനെ എടുക്കാൻ പോണ പോലെ ഇങ്ങനെ അപ്പുറത്തെ കപ്പിലേക്കാണ് തട്ടിയത്. അപ്പോഴത്തേക്കും ജിസയിൽ ഷാനവാസിനെ വിളിച്ചുണർത്തുന്നുണ്ട്. എത്ര സമയം വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചുണർത്തി. അപ്പം അങ്ങനെ ഒരു ടോക്ക്. പിന്നെ അടുത്തതായിട്ട് വീണ്ടും സരിക വരുന്നുണ്ട്. പൊക്കിയൊക്കെ നോക്കുന്നുണ്ട്, ഷാനവാസിനെ കിട്ടുന്നില്ല. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ ഉറങ്ങിയതിന് ശേഷം മറ്റേ ശൈത്യ പറയുന്നുണ്ട്, എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. ശൈത്യ ജിസയിലിനോട് പറയുന്നുണ്ട്, എല്ലാവരും ഉറങ്ങിയില്ലേ, ഇനി നമുക്ക് കുറച്ച് നേരം ഉറങ്ങാമെന്ന് പറയുമ്പോൾ ജിസയിൽ പറയുന്നുണ്ട്, എല്ലാവരും ഉറങ്ങിയെങ്കിൽ ഉറങ്ങിക്കോ, നിനക്ക് ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോ, പക്ഷേ എൻ്റെ മൂന്നാമത്തെ കണ്ണ് ഇവിടെ തുറന്നിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഫൺ. ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ജിസയിലാണ് ഫുള്ള്, വേറെ ആരുമില്ല, ജിസയിലിനെയാണ് ഫുള്ള് കാണിച്ചേക്കുന്നത്. കുറച്ച് ഫണ്ണായി കൊണ്ടേയിരിക്കുന്നതും എൻ്റർടൈൻമെൻ്റ് ആക്കിയതും എല്ലാം ജിസയിൽ തന്നെയാണ്. നല്ല ഗെയിമറാണ് എന്ന് തോന്നുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് 3:20 ഒക്കെ സമയം കഴിഞ്ഞു, മോർണിംഗ് അത്രയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ശൈത്യ ഉറങ്ങുന്നുണ്ട്. അതിനുശേഷം 3:55 ആ ടൈം ആവുന്ന സമയത്ത് ജിസയിൽ ഇങ്ങനെ കണ്ണാടിയിൽ കൂടെ ഗ്ലാസ്സിൽ കൂടെ അപ്പുറത്തെ സൈഡ് അകത്തേക്ക് എത്തി നോക്കുന്നത് വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് എൻ്റെ ആയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനിയും ലൈവ് അപ്ഡേഷനുമായി ഞാൻ വരും. അതുകൊണ്ട് തന്നെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.